ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ഗോപിചന്ദ് 33 ഗോപിചന്ദിന്റെ 33-ാം തടത്തിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം അതിന്റെ പൂജാ സെറമണി നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഇന്ത്യ ക്രിക്കറ്റിൽ ഇന്നലെ ജയിച്ചിരുന്നു, എന്തായാലും വേറെ ലെവലായി. പിന്നെ ജാട്ടൻ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ഒരു ക്യാരക്ടർ ഗ്ലിംസ് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രൺദീപ് ഹൂഗ എന്ന് പറഞ്ഞ ആളുടെയാണ്. രൺദൂങ്ക എന്നാണ് ആളുടെ പടത്തിലത്തെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ക്യാരക്ടർ പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഒരാളുടെ തലവെട്ടിയിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ്. പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനാണ് റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ പെരുന്നാളിന് തന്നെ ആയിരിക്കും, ചെറിയ പെരുന്നാളിന് ഡേറ്റ് അറിയിച്ചിട്ടില്ല. പിന്നെ റിയൽ വേൾഡ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്ന പറഞ്ഞിരുന്നു. ചത്ത പച്ച എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത് പടത്തിന്. ദ റിംഗ് ഓഫ് റോഡീസ് എന്നുള്ള രീതിയിൽ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ കാസ്റ്റിനെ അറിയിക്കുന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് ഇവർ 4 ആൾക്കാരാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നെ അനുരാഗ് കശ്യപ് ആദ്യമായിട്ട് കന്നഡയിൽ അഭിനയിക്കുന്ന ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. 8 എന്നാണ് പടത്തിന്റെ പേര്. പിന്നെ വീരധീരസൂരം പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ തെലുങ്ക് വെർഷനാണ്. അതിലത്തെ കലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞ പടം തെലുങ്കിൽ റിലീസ് എത്തിയത്. അപ്പോൾ തെലുങ്കിൽ മാത്രം 9.46 കോടിയോളം 3 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂൺ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസ് ചെയ്യുകയാണ് മാർച്ച് 14-ാം തീയതി. അപ്പോൾ അത് ലിമിറ്റഡ് ടൈമിന് 7 ദിവസത്തിന് മാത്രമാണ് ഉണ്ടാവുള്ളൂ തിയേറ്ററിൽ. പിന്നെ വിപിൻ ദാസ് എടുക്കുന്ന വ്യസന സമേത ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ പോവാണ് ഇന്ന് 11 മണിക്ക്. അപ്പോൾ അനശ്വരാജ ഷെയർ ചെയ്യുന്നുള്ള രീതിയിലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വീരത്തിൻ മകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സ്നേക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ 14-ാം തീയതി. അതിന്റെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ട്രെയിലറിൽ അതിന്റെ ഓഡിയോ ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പാട്ടുകളൊക്കെ ഒരു പരവരപ്പുള്ളമായിട്ട് രീതിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ആ ട്രെയിലർ 3.7 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. 1.2 ലക്ഷത്തിലും കൂടുതൽ ലൈക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെയാണ്. ഞാൻ പ്രസൻസ് ചെയ്യുന്ന പടമാണ്. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യ അഭിനയിക്കുന്ന പടം. ഐശ്വര്യലക്ഷ്മിയാണ് പടത്തിൽ നായികയെത്തുന്നത്. ആ പടത്തിന്റെ കർണാടക തിയേറ്ററുകൾ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് മീഡിയ കൺസൾട്ടൻസി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെൻ ലൈഫ് ഗിവ്സ് യു ടാഞ്ചറിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടമല്ല, ഒരു നെറ്റ്ഫ്ലിക്സിലത്തെ സീരീസ് ആണ്. അതിന്റെ 2ാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ വോളിയം 2 എന്നുള്ള രീതിയിൽ ഉള്ളത് വരാൻ പോവാണ് ഈ മാർച്ച് 14-ാം തീയതി. അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സത്യന്തിക്കാടും മോഹൻലാലും മാളവിക മോഹനനൊക്കെ ഉള്ളൊരു സ്റ്റില്ലാണ്. പിന്നെ ഗുലാബി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഷൂട്ട് പടത്ത് തുടങ്ങും എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാലമേഘ കരിഗിന്തി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. മാർച്ച് 21-ാം തീയതിയാണ് പടം റിലീസാകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇവന്ന് പറഞ്ഞ സീരീസിന്റെ ഫൈനൽ സീസൺ വരാൻ പോവാണ് ഈ ഏപ്രിൽ 24-ാം തീയതി. അത് നെറ്റ്ഫ്ലിക്സിലൂടെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രളയ ശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞ പടത്തിലത്തെ മണ്ണും വിണ്ണും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പെരുസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് 4 Days to Go പോസ്റ്റർ വന്നു. പിന്നെ വിജയന്റനെ അഭിനയിക്കുന്ന ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ ടീച്ചർ വരാൻ പോവാണ് ഈ മാർച്ച് 12-ാം തീയതി എന്ന് വെച്ചാൽ നാളെ. അത് 5-ാം തീയതിയാണല്ലോ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പിൻഡോക്കി പപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഓഡിയോ ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് അടക്കാൻ പോവാണ് ഇന്ന് 6 മണിക്ക് പാർക്കയത്തിൽ ഹൈദരാബാദിൽ വെച്ചിട്ട്. പിന്നെ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടത്തിലത്തെ അതീത സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞ ടൈമിലെല്ലാം വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, എന്നാലും വന്നിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിലത്തെ ലവ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചാട്ടുള്ളി എന്ന് പറഞ്ഞ പടത്തിലത്തെ മഞ്ഞ് പെയ്യുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങി. പിന്നെ റെഡ് പപ്പറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1-ൽ നിന്ന് ശ്രീലസയുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചൗര്യ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഏപ്രിൽ 18-ാം തീയതി റിലീസാകുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ മാ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ജൂൺ 27-ാം തീയതി റിലീസാകാനുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാജൽ അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ അറീന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്ന പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് രീതിയിലുള്ള പാട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് വലിയൊരു ഇത് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കേസരി വീർ എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 16-ാം തീയതി ഈ വർഷം തന്നെ റിലീസാകുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിമൃഗനാഥന്റെ അടുത്ത് വരാൻ പോകുന്ന പടം 3ാമത്തെ പടമാണ്. 2 പടം ഇറങ്ങി, 2 പടം 100 കോടി അടിച്ച് ഇതുവരെക്കൊന്ന് വിചാരിക്കാം. വിഘ്നേഷ് ശിവനാണ് പടം എടുക്കുന്നത്. എന്തായാലും ഈ പടം 10 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയായിരിക്കും പറയാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 2025 ആണെങ്കിൽ 2035-ത്തെ കാര്യമായിരിക്കും പറയാന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതും അതിലത്തെ ഒരു കോൾ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെ മിക്കവാറും കൃതി ശെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും. അതിനെ അച്ഛനും മോനും സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കഥ കേൾക്കുന്നുണ്ട്. എന്താവുന്നുള്ള അറിയില്ല, എന്തായാലും വരട്ടെ. പിന്നെ മാത്യു തോമസിന്റെ ലവ്ലി എന്ന് പറഞ്ഞ അടുത്ത ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു 3Dയിൽ വരുന്ന പടമാണ്. ഇതിന്റെ ടീച്ചറിൽ ഈച്ച സംസാരിക്കുന്ന ശബ്ദങ്ങളൊന്നും വലിയൊരു ക്ലിയറുമായിരിക്കും തോന്നുന്നില്ല. അത് ചിലപ്പോൾ പടം ഇറങ്ങുമ്പോൾ റെഡി ആവുണ്ടായിരിക്കും. പിന്നെ വത്സല ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. കാർത്തിക് ശങ്കറും അഖിൽ കവലിയൂരും ഒക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. എന്തായാലും പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദുൽഖർ സൽമാന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ GCCയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും എന്നുള്ള അറിയില്ല. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ പറയാവുന്നതാണ്. പിന്നെ വിജയ് ദേവർകൊണ്ടയുടെ 15-ാമത്തെ പടം രവി കിരൺ കൊള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ സ്റ്റോറി ഒരു ഫിക്ഷണൽ ബയോപിക് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ ടൈറ്റിലായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതല്ല, കൺഫേം ചെയ്തിട്ടുള്ളത് റൗഡി ജനാർദ്ദൻ എന്നുള്ള രീതിയിലാണ്. എന്തായാലും പടം വരട്ടെ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ 6 മണിക്ക് ദിവസം ദർബാർ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഡയറക്ഷനൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് സൽമാന്റെ പടത്തിലൂടെയാണ് സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ബംബം പോലെ എന്നാണ് സെക്കൻഡ് സിംഗിളിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. അത് ഇന്ന് 1/11 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൊമോ ഇപ്പോൾ ഓൾറെഡി
ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിന്റെ ഓണർ, ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയലൻസ് കുറക്കും ആളുടെ ഇനി വരാൻ പോകുന്ന പടങ്ങളിൽ എന്നൊക്കെ. ഇപ്പൊ എന്തായാലും അടുത്തത് കാട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ള പെപ്പ അഭിനയിക്കുന്നതോടാണ് വരാൻ പോകുന്നത്. പോൾ ജോർജ് എന്ന് പറഞ്ഞ ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പടത്തിൽ വയലൻസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല, വയലൻസ് ഉണ്ടാവും, കാരണം അങ്ങനത്തെ ഒരു എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സാണ് ഈ പടത്തിലുള്ളത്. പിന്നെ കാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ വയലൻസ് അതിന് ആവശ്യം വരും, പക്ഷേ ബ്രൂട്ടാലിറ്റി ഉറക്കും എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പടത്തിൽ വയലൻസ് ഇല്ലാതിരിക്കുന്നില്ല, പക്ഷെ ബ്രൂട്ടലായിട്ടുള്ള മാർക്ക പോലെ ഭയങ്കര സംഭവമായിട്ടുള്ള രീതിയിലൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അടുത്ത ഫസ്റ്റ് സിംഗിൾ വരും എന്ന് പറഞ്ഞിരുന്നു. മാർച്ച് 12 വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും OG സംഭവം എന്നുള്ള രീതിയിലാണ് പാട്ടിൻ്റെ പേര് കേൾക്കുന്നത്. അതിൻ്റെ ഫൈനൽ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ജി പ്രകാശ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്, ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരും എന്നുള്ള അറിയില്ല. എന്തായാലും പ്രശാന്ത് വർമ്മ ഒരു പടം പ്രഭാസിനെ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ആ പടത്തിൻ്റെ പേര് ബക്ക എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും മിത്തോളജിക്കൽ എപ്പിക് ഒരു പടമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ജനർ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ശേഖർ കമ്പല എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത ആളാണ്. കുബേര റിലീസായിട്ടില്ല, റിലീസാകാൻ പോകുന്നുള്ളൂ. ജൂൺ 20 റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ പടത്തിന് ശേഷം ഞാനിനെ വെച്ചിട്ട് ഒരു പടം എടുക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. ഞാനിൻ്റെ ഇപ്പോൾ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ടാണ്. എന്തായാലും കഴിഞ്ഞാലും മിക്കവാറും ഇതായിരിക്കും തുടങ്ങുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. എന്തായാലും ഈ പടത്തിൽ ഹീറോയിനായിട്ട് സായ് പല്ലവി വരും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം ആരൊക്കെ വരുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ മാർച്ച് പകുതിയോടെ കൂടിയിട്ട് സ്റ്റാർട്ട് ആവുന്നതാണ് കേൾക്കുന്നത്. പിന്നെ ധനുഷ് അജിത് കുമാറിനെ വെച്ചിട്ട് ഒരു പടം ഡയറക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടായിരുന്നു. അപ്പോൾ ഏകദേശം കൺഫേം ആയ രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ആ പടത്തിൽ നായികയായി വരാൻ പോകുന്നത് മഞ്ജു വാര്യർ ആർക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ AGS എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടത്തിൽ ശിവകാർത്തികേയൻ നായകനായി എത്തുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ പടത്തിൽ ആര് വില്ലനായി എത്തുന്നുള്ളതും കേൾക്കുന്നുണ്ട്. ജൂഡ് ആന്റണി ജോസഫിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ആള് ഈ ആളിനായിട്ടാണ് പടം എടുക്കുന്നത് കേൾക്കും. പിന്നെ കഴിഞ്ഞാൽ വേറെ ആളാവും, അപ്പോൾ ഉറപ്പൊന്നുമില്ല. എന്തായാലും ശിവകാർത്തികേയനും ഫാമിലിനായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ SS രാജമൗലി എടുക്കുന്ന പടം, അവിടത്തിന്റെ ഒരു ടെസ്റ്റ് ഷൂട്ട് നടന്നിരുന്നു. എന്തായാലും പൃഥ്വിരാജൊക്കെ അതിന്റെ ഷൂട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു സീൻ ലീക്ക് ആയിട്ടുണ്ട്, പക്ഷേ ടെസ്റ്റ് ഷൂട്ടിന്റെ ആണ് അല്ലെങ്കിൽ റിഹേഴ്സലിന്റെ ആണ് ലീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാരണം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവർ ടൈറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലീക്ക് ചെയ്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ബ്രാൻഡുകളായിട്ട് കൊളാബ് ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ ഭയങ്കര സംഭവമാക്കി ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പടത്തിന്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞു, അത് 26 വരും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ വരുമോ ഇല്ല എന്നുള്ള അറിയില്ല. എന്തായാലും L2 എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ കൂടെ തിയേറ്ററിൽ ഈ പടത്തിന്റെ ട്രെയിലർ കാണിക്കുന്ന രീതിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന്റെ മുന്നായിട്ട് 27 L2 എമ്പുരാൻ റിലീസ് ആവുന്നത്. അതിന്റെ മുന്നായിട്ട് തന്നെ അപ്പോൾ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ രജനീകാന്തിന്റെ കൂലി എന്ന് പറഞ്ഞ പടം ലോകേഷ് രാജ് എടുക്കുന്ന പടമാണ്. അവിടത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് 40 കോടിക്കാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വലിയ തുക തന്നെയാണ്. പടത്തിന് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഗംഭീര പടനാവുമെന്ന് വിചാരിക്കാം. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോവിന്റെ പടം 50 കോടി നേടിയിരിക്കുകയാണ്. കുഞ്ചാക്കോബ് ഒറ്റക്കായിട്ടുള്ള പടത്തിൽ ആദ്യമായിട്ടാണ് 50 കോടി നേടുന്നത്. പിന്നെ സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള പടം കാർത്തിയുടെ റിലീസായിരുന്നു. അപ്പോൾ അതിന്റെ 2ാം ഭാഗം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അവിടത്തിന്റെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പടം ഈ ദിവാലിക്ക് റിലീസാവും എന്നുള്ളതാണ് കേൾക്കുന്നത് 2025. അപ്പോൾ ഈ ദിവാലിക്ക് മിക്കവാറും സൂര്യയും കാർത്തിയും കൂടിയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. സൂര്യ 45 ദിവാലിക്ക് വരും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ വാടിവാസൽ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം വെട്രിമാരെടുക്കുന്ന പടമാണ്. ഈ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് ഏപ്രിലിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് മെയിൽ വാടിവാസലിന്റെ ഷൂട്ടിലേക്കാണ് സൂര്യ ജോയിൻ ചെയ്യാൻ പോകണം എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ആ പടത്തിലത്തെ മ്യൂസിക് വർക്കൊക്കെ ഓൾറെഡി ജി പ്രകാശ് തുടങ്ങി എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. കേൾക്കൽ ആൾ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് തുടങ്ങിയെന്നുള്ളത്. പിന്നെ രജനീകാന്തിന്റെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിന്റെ ഷൂട്ട് ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നൈയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. 15 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഷൂട്ട് തുടങ്ങിയെന്നുള്ള അറിയിച്ചുകൊണ്ട് സൺ പിക്ചേഴ്സ് ഒഫീഷ്യലി ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇവിടുത്തെ ശിവരാജ്കുമാറും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ. എന്താണെന്നുള്ള അറിയില്ല, നോക്കിയാക്കാം. പിന്നെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ കോമിക് രീതിയിലുള്ള BTS ബിഹൈൻഡ് ദ സീൻ സംഭവങ്ങൾ പുറത്ത് വന്നിരുന്നു. അപ്പോൾ അതിന്റെ എപ്പിസോഡ് 5 പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോസ് ഞാൻ അതിൽ ഇങ്ങനെ കാണിച്ചു പോകാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, പൂജാക്കിന്റെ അതിൽ ഊമയാണെന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. എന്നുവെച്ചാൽ സംസാരിക്കാൻ കഴിവില്ലാത്ത രീതിയിലാണ് ക്യാരക്ടർ വരുന്നതെന്നുള്ള കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ BTS അല്ലെങ്കിൽ കോമിക് രീതിയിലുള്ള സാധനം വന്നപ്പോൾ പറയുന്നത് ആൾ ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ ഇതിൽ ഊമയായിട്ടല്ല അഭിനയിക്കുന്നതിനുള്ളതാണ് അതിലൂടെ അറിയാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കുറച്ച് സമയത്ത് അങ്ങനെ ഉണ്ടായേക്കാം, പിന്നെ ശബ്ദം പോണ അങ്ങനെ എന്തോലും ഉണ്ടാകുന്നുള്ള അറിയില്ല. എന്തായാലും ആൾക്ക് ശബ്ദം ഇല്ലായകല്ല, ശബ്ദം ഉണ്ട്. പിന്നെ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ വരും എന്ന് പറഞ്ഞിരുന്നു. അത് മാർച്ച് 19 വരിക എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കാർത്തിക് സുബിരാജാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അന്ന് കാർത്തിക് സുബിരാജിന്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അന്ന് ഇറക്കിയിട്ടുള്ള പരിപാടിക്കാണ്. പിന്നെ തലവതി ജനനായകൻ എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഷൂട്ട് ഇപ്പോൾ ബോബിഡികളുടെ ഒരു ഷൂട്ട് കഴിഞ്ഞു പറഞ്ഞു, ആക്ഷൻ സീക്വൻസ്. അതിനുശേഷം ഒരു പാട്ടിന്റെ ഷൂട്ടാണ് നടക്കാൻ പോകണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ കൂടിയിട്ട് പടത്തിൽ 5 സോങ് ആണ് ഉള്ളത്. അതിൽ 4 ഷൂട്ട് കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ലാസ്റ്റ് 1 പെൻഡിങ് ഉള്ളത്. ആ ഷൂട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് കോളേജിൽ ഏട്ടം വെച്ചിട്ടുള്ള ഒരു പാട്ടാന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ഈ പടത്തിൽ ക്യാമിയോ ആയിട്ട് ഡയറക്ടേഴ്സ്
ആക്ടേഴ്സ് വെച്ചാൽ അറ്റ്ലി, നെൽസൺ ദിലീപ് കുമാർ, ലോകേഷ് കനകരാജ് ഒരു 3 ആൾക്കാർ വരുന്നുള്ള കേൾക്കുന്നുണ്ട്. എങ്ങനെ എന്തൊക്കെയെന്നുള്ള അറിയില്ല, എന്തായാലും പടം വരട്ടെ. പിന്നെ ദുൽഖർ സൽമാൻ്റെ അയാം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടം ആസിദായി തുടങ്ങുന്ന പടമാണ്. ദുൽഖറിൻ്റെ മലയാളത്തിലേക്ക് തിരിച്ചുവരവാണ്. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് മാർച്ച് 17 തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഷെഡ്യൂളായിട്ട് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ഉണ്ടാവുക എന്നുള്ള കേൾക്കുന്നുണ്ട്. അത് 15-20 ദിവസത്തെ ഷൂട്ടായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി അതിൽ 900-ഓളം ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. മിക്കവാറും ക്രിക്കറ്റ് മാച്ച് അങ്ങനെ വല്ല നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനായിരിക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്ര അധികം. എന്തായാലും വലിയ ക്യാൻവാസിലാണ് പടം ഒരുങ്ങുന്നത്. ഗംഭീരമായി തന്നെ വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.